ഡെയ്സി, നിനക്കെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ പാടില്ലേ? എന്തിന്? ഇങ്ങനെ നശിക്കാതിരിക്കാൻ. എന്റെ ഡാഡി നശിക്കുകയല്ല, നിങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പിടിപ്പിച്ച തീയുണ്ടല്ലോ, അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് കുടിക്കുന്നത്. ഡെയ്സിക്ക് എല്ലാം അറിയാമല്ലോ. ഇല്ല, ഞാനൊന്നും അറിയാൻ കഴിയാത്തവളായിപ്പോയി. അതെ, അല്ലെങ്കിൽ ആ തെമ്മാടി എന്റെ കയ്യിൽ അപകടപ്പെടുകയില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് നടക്കുമായിരുന്നു എന്നറിയാമോ? എന്ത് നടക്കാൻ? എന്റെ ഡാഡി കുടിച്ച കാശിന്റെ പേരിൽ അവരെന്നെ പിടിക്കും. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങേണ്ടി വരും. ബാലേട്ട, നല്ലവനായ ഡാനിയൽ തെണ്ടുന്നതിനേക്കാൾ അഭിമാനമല്ലേ അയാളുടെ മകൾ ശരീരം വിൽക്കുന്നത്? ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ പട്ടിണിയിലായി. അപ്പോഴൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. എന്നെ കണ്ടാൽ ഇദ്ദേഹം ആട്ടിയിറക്കുകയല്ലേ ചെയ്യുന്നത്? ആട്ടിയിറക്കുന്നത് നേരിട്ടാണ്, പക്ഷെ നിങ്ങൾ ചെയ്തത് ആത്മവഞ്ചനയല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പറയാമോ? ജീവിതത്തിലെല്ലാം നിങ്ങളാണെന്ന് കരുതിയിരുന്ന എന്നോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ഡെയ്സിയെ മറ്റൊരു തരത്തിൽ കണ്ടിരുന്നില്ല. എങ്ങനെ കണ്ടാലും എനിക്കിനി നിരാശയില്ല. ഇതെല്ലാം കണ്ടു മതിയായെങ്കിൽ പോകൂ. എന്റെ ഡാഡി ഉണരുന്നതിന് മുമ്പായി പോകൂ. ഡ്യൂട്ടിക്ക് പോയില്ലേ? പോകാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് എന്താ വന്നേ? കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാൻ. കുട്ടിയെ കൊണ്ടുപോകാൻ? ഞാനവളെ അവിടെ കൊണ്ടാക്കില്ലേ പതിവ്? അതിപ്പോ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് കൊണ്ടുപോയത് എന്താണപ്പാ? അത് ശരിയാ. മോള് ബാ. മമ്മക്ക, റാണിയെ മറ്റൊരിടത്ത് അയക്കരുതേ. എന്തപ്പാ ഒരു പുതിയ വർത്തമാനം? നമ്മൾ കുട്ടിയെ കൊല്ലാണ്ടി കൊണ്ടുപോകും. അയ്യോ അതല്ല, നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാനും അറിയാം, വൈകുന്നേരം അതുപോലെ തിരിച്ച് കൊണ്ടുവരാനും അറിയാം. താൻ ഡ്യൂട്ടിക്ക് പോപ്പാ. സാവിത്രിക്കുട്ടി, എന്താ മമ്മൂക്ക? ഇതാരാണെന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് റാണിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പെറ്റ തള്ളയുടെ മനസ്സിന്റെ വിഷമം ഞമ്മക്കറിയാം. പേടിക്കണ്ട, എല്ലാം ഞമ്മ മനസ്സിലാക്കി. മമ്മൂക്ക, പൊട്ടിക്കാൻ കഴിയാത്തൊരു കുരുക്കിലാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പരിഹാരം പറയാനെ കൊണ്ട് നമുക്ക് പിടിയില്ല. പക്ഷെങ്കില് രാഘവൻ അറിയാതെ എന്നും നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാം. ഓൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് കുട്ടീനെ മടക്കി അവിടെ കൊണ്ട് വിടണം. അതൊരു വ്യവസ്ഥ. മമ്മൂക്ക പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും എന്റെ കുഞ്ഞിനെ എന്നും എനിക്ക് കാണണം. അത് നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് പറ്റാം. ശരി മമ്മൂക്ക. വൈകുന്നേരം കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ വരും. മോളെ, മോളെ. ചേച്ചി എന്തിനാ കഴിയണേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മോളെ, എന്നെ അമ്മയെന്ന് വിളിച്ചേ. അമ്മയോ? എന്റെ അമ്മ മരിച്ചുപോയി. ഇല്ല മോളെ, ഇല്ല. മോളെ, അമ്മയെന്ന് വിളിച്ചേ. അമ്മേ, ഒന്നും കൂടി വിളിച്ചേ. മോളെ, മോളെ. അയ്യോ, ആ പകയൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നല്ല. കുട്ടി അവിടെ ആണല്ല. ചതിച്ച. സാവിത്രിക്കുട്ടി, കുട്ടി ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം മമ്മൂക്ക. അമ്മോ, പകയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് കുട്ടീനെ അവിടെ കൊണ്ടാക്കണം. കുഴപ്പം ഉണ്ടാക്കല്ലേ? നാളെയും കൊണ്ടുവരണേ മമ്മൂക്ക. നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഇതാ നിങ്ങളുടെ കുഞ്ഞ്.
കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു. ഇതിവിടെ വെച്ചിട്ട് അങ്ങോട്ട് വരാൻ തിരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ സഞ്ചിയും തൂക്കി പിടിച്ചോണ്ട് വരുന്നത് നമ്മള് കണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുത്തണ്ട എന്ന് വിചാരിച്ച് നമ്മള് കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന. അയ്യോ, വലിയ ഉപകാരം നമുക്ക്. എന്തിന്? നാളെ മുതല് നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടാക്കിക്കോളാം. നമുക്ക് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ പാല് വാങ്ങിച്ച അപ്പുറത്ത് വീട്, അപ്പൊ നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടാക്കും. ശരി. ആ മോള് കുളിച്ചോ? ആരാ കുളിപ്പിച്ചേ? അതോ അമ്മയോ? അമ്മയല്ല, ഉമ്മ സൈനബ. കേൾക്കുമ്പ കുളിക്കുവാൻ പോകുന്ന ബൈബക്കിൽ വെളിച്ചം നിന്നവളെ. അങ്ങനെ ഈ കുഞ്ഞിന് കൊണ്ടുപോയി പാല് കൊടുക്കി. നമ്മൾ രാവിലെ വരെ കേട്ടോ, നമ്മൾ പോട്ടാ. ₹2 തരുമോ? ഇല്ല. പിന്നും വരുന്നുണ്ട് പൈസ ചോദിക്കാൻ. നമുക്കേ മാർക്കളെ റാണീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 5-6 ദിവസമായല്ല. 5-6 ദിവസമായോ? മമ്മക്ക ഇന്നും അവളെ അവിടെ കൊണ്ടുവന്നല്ലോ. ആ, എന്നാ അവര് സ്റ്റേഷനിൽ ചായ വെക്കിടത്ത് കൊണ്ടുപോയി കാണും. ഇല്ലല്ലോ, ഞാൻ അവിടെ അന്വേഷിച്ചിട്ടാണല്ലോ വരുന്നത്. പിന്നെ അവരെവിടെ കൊണ്ടുപോകാനാണ്? രാഘവന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അവൻ വീട്ടിൽ വരുന്നതിന് മുമ്പേ കുട്ടീനെ അവിടെ കൊണ്ടാക്കണം. നാളെയും കൊണ്ടുവരണേ മമ്മക്ക. നമ്മൾ എന്തും കൊണ്ടുവരാൻ മോളെ, പക്ഷെങ്കിൽ നമ്മൾ തീക്കറിയാണ് കളിക്കുന്ന ഓർമ്മ വേണം. റാണിയെ കാണാതെ എനിക്കൊരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല എന്ന് മമ്മൂക്കയ്ക്ക് അറിയാലോ. അത് ഞമ്മക്ക് അറിഞ്ഞൂടെ കുഞ്ഞെ? ബാ മോളെ ബാ. താൻ ഇത്രയും കാലം എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? രാഘവ, നീ എല്ലാം ഒളിച്ചു വെച്ചിട്ടും സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. തെറ്റ തള്ളേന്റെ അടുത്ത് കുട്ടീനെ കൊണ്ടുവന്ന് തെറ്റാണ്. തള്ളയെടുത്ത് കൊണ്ടുവിടാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ല, പക്ഷെങ്കില് ഈ കുട്ടീന്റെ പേരിൽ രാഘവനോട് അത്രയും അവകാശം സാവിത്രി കുട്ടിക്കുണ്ട്. മമ്മൂക്ക മനസ്സിലാണ്. കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടീനെ ഇവിടെ കൊണ്ടുവരും. നീ എന്തായി കാണിച്ചത്? നമ്മൾ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നതിനാണ് നമ്മളെ തല്ലിയത്. ഇവിടെ കൊണ്ടുവന്നതിനോ? അതെ, എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. എന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പാടില്ലേ? എന്താ കാരണം? നിന്റെ ഭാര്യ വേശ്യയായതുകൊണ്ട്. എന്ത് പറഞ്ഞടാ? പറഞ്ഞത് അയ്യോ, അവരെ പിടിച്ച് മാറ്റൂ. വേണ്ട, അവർ തമ്മിൽ തല്ലട്ടെ തല്ലട്ടെ.
കഴിഞ്ഞ നമ്മൾ പിടിച്ചു മാറ്റാൻ വരുമെന്ന് വിചാരിച്ചു. നിങ്ങൾ അടിച്ച ഓരോ അടിയും നമ്മുടെ സംഘടന ഏറ്റത്. ഈ കഥ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞേ പറ്റൂ. മമ്മുക്ക, നിങ്ങൾക്കറിയാമോ, സാവിത്രിക്കുട്ടി രാഘവന്റെ ഭാര്യയാണ്. അവന് അവളിലുണ്ടായ കുട്ടിയാണ് റാണി. മമ്മുക്ക, നിങ്ങൾക്ക് വിശ്വാസമാണില്ലേ? രാഘവനും ബാലനും നമുക്ക് ഉയരും ഉടലും പോലെയാണ്. ഇനി ഇത് ഒളിച്ചു വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവും. അതാണ് നമ്മളെല്ലാം തുറന്നു പറഞ്ഞത്. ഞാൻ കേട്ടതെല്ലാം സത്യമാണ്. ഓഹോ, എന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നവർ ജീവിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനെല്ലാം ഒളിച്ചു വെച്ചത്. എങ്ങോട്ടാടാ ഈ അണിഞ്ഞൊരുങ്ങി എഴുന്നള്ളത്ത്? നിന്റെ അമ്മയെ കെട്ടിക്കാൻ. നാറി, നീ ഇട്ടിരിക്കുന്ന ഉടുപ്പും പൂശിയിരിക്കുന്ന സെന്റും എന്റെ ശരീരം വിറ്റ കാരണടാ. ചവിട്ടിയ നാറി കളിക്കളെ. ചുടയുണ്ടെങ്കിൽ ചവിട്ടടാ. ചവിട്ടാതെ തന്നെ നിനക്ക് വേണ്ടി എത്രയോ തവണ കളിക്കവളാണ് ഞാൻ. നിന്നെ ഞാൻ കൊല്ലടാ. ഞാൻ പുഴുത്ത നാറിയവളാ. എനിക്കിനി മരിക്കാൻ പേടിയില്ല. നീ എന്നെ കൊല്ലേ. പോണോടാ, പൊയ്ക്കോ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിന്റെ ശവം കണ്ടിട്ട് ഞാൻ മരിക്കൂ.